ധീരൻ മൂവിയെക്കുറിച്ചുള്ള അഭിപ്രായമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സിനിമയുടെ പേര് ധീരൻ എന്നൊക്കെ ആണെങ്കിലും സിനിമയിൽ ധീരതയൊന്നും അങ്ങനെ കണ്ടില്ല. അപ്പോൾ ഇതിൻ്റെ കഥ എഴുതി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ദേവദത്ത് ഷാജിയാണ്. അപ്പോൾ കക്ഷി എഴുതിയിരിക്കുന്ന കഥയ്ക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല. കാരണം എന്തെങ്കിലും ഒരു വളരെ ത്രില്ലിംഗ് ഉള്ള ഒരു അനുഭവം, ഭയങ്കര ആക്ഷൻ അങ്ങനെയൊക്കെയുള്ള ഒരു കഥയായിട്ട് എഴുതി ഒരു ക്ലൈമാക്സ് കൊടുത്തു എന്ന് ഈ സിനിമയ്ക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ കഥ എഴുതിയിരിക്കുന്നത് ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ചിരിക്കാൻ വേണ്ടിയിട്ട് ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാം, അത് ഓക്കെയാണ്. കുറേ ചിരിക്കാനുണ്ട്. അപ്പോൾ ഇതിൽ രാജേഷ് മാധവനാണ് ഹീറോ ആയിട്ട് വന്നിരിക്കുന്നത്. കക്ഷിക്ക് മുഴുനീള കഥാപാത്രമാണ് ധീരനായിട്ട് പുള്ളി വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ധീരതയോ അല്ലെങ്കിൽ കാര്യമായ എന്തെങ്കിലും ത്രില്ലിങ് ഉള്ള ഒരു കഥാപാത്രമായിട്ടോ ആ ധീരൻ കഥാപാത്രത്തെ എനിക്കിതിൽ കാണാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, എന്നാൽ ശരി, പുള്ളി ഒരു ധീരത അല്ലെങ്കിൽ ഒരു ആക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിലും അതില്ല എന്നായിപ്പോയി. പക്ഷേ വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കോമഡിയെങ്കിലും ആ കഥാപാത്രം ഉണ്ടെന്ന് വിചാരിച്ചാൽ അതുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ കഥാപാത്രം തന്നെ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമയുടെ കഥ നീങ്ങാൻ വേണ്ടിയിട്ട് ഒരു കഥാപാത്രം, അത്ര തന്നെയുള്ളൂ ധീരനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. മറ്റൊന്നും പ്രതീക്ഷിച്ച പോലെ ഇല്ല. പക്ഷെ ചിരിക്കാം. അതേസമയം ഇതിൽ ശബരീഷ് വർമ്മ, അഭിറാം രാധാകൃഷ്ണൻ, അശോകൻ, സുധീഷ്, അങ്ങനെ കുറച്ച് പേരുണ്ട്, മനോജ് കെ ജയൻ, അങ്ങനെ ഒരു 4-5 കഥാപാത്രങ്ങളുണ്ട്. അപ്പോൾ അവരുടെ സംഭവങ്ങളൊക്കെ കുറേ ചിരിക്കാനുണ്ട് കേട്ടോ. ശബരീഷ് വർമ്മ സ്പിനിക്സ് എന്നൊരു കഥാപാത്രത്തെ ചെയ്തിട്ടുണ്ട്. അഭിറാമിൻ്റെ ആ ഒരു ഗായകൻ, ഒരു മൈക്കും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുള്ള ഒരു കഥാപാത്രം. പിന്നെ അതേപോലെ മനോജ് കെ ജയൻ്റെ വെൽഡർ കഥാപാത്രം, അങ്ങനെ കുറച്ച് അതേപോലെ സുധീഷിൻ്റെ കോമഡികളാണ് ഈ 5 കഥാപാത്രങ്ങളിൽ ഏറ്റവും മികച്ചതായിട്ട് ഉള്ളത്. കക്ഷി കുറേ ചിരിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ സിനിമയിലൊരു കാക്കസ്വാമിയൊക്കെ ഉണ്ട്, കാക്ക ദൈവം. അപ്പോൾ അതിൻ്റെ അടുത്ത് പോയിട്ട് ഈ സ്പിനിക്സ് കഥാപാത്രം ശബരീഷ് വർമ്മ പറയുന്ന കാര്യങ്ങൾ, ഞാനിത് ആ ഒരു ദൈവത്തിൻ്റെ മുമ്പിൽ പോയിട്ട് ഇത് ഞാനിപ്പോൾ ആരോടാ പറയുക എന്നൊക്കെ ശരി കിട്ടിയതിനോട് പറയുക എന്നൊക്കെ പറയുന്നതൊക്കെ ചിരിക്കാനുണ്ട്. ആ ഒരു സംഭവത്തെക്കുറിച്ച് സുധീഷും ഒരു കോമഡി പറയുന്നുണ്ട്. അതൊക്കെ നന്നായിട്ടുണ്ട്. സുധീഷ് കുറേ ചിരിപ്പിക്കുന്നുണ്ട് സിനിമയിൽ. ഓക്കെ. പിന്നെ മനോജ് കെ ജയനെ രാജേഷ് മാധവൻ്റെ കഥാപാത്രത്തിൽ കണ്ട ആ ഒരു ധീരതയൊക്കെ വേണമെങ്കിൽ മനോജ് കെ ജയനിൽ കുറച്ചുകൂടി ഉണ്ടെന്ന് പറയാം. എന്നാലും ഇത് കോമഡി പോലെയാണ് പോകുന്നതെങ്കിലും കുറച്ചൊക്കെ ഉണ്ട്. പിന്നെ ഇതിലെ വില്ലൻ കഥാപാത്രം ശരവണൻ, കക്ഷി ലുക്കിലും ഭാവത്തിലും ഒക്കെ ശരിക്കൊരു വില്ലൻ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്നാലും ഇത് കോമഡി സിനിമയായതുകൊണ്ട് അത് അതിൻ്റെ ഒരു ഓളത്തിൽ പോകുന്നു. എന്നാലും പുള്ളി ഒരു വില്ലൻ എന്ന നിലയ്ക്ക് നന്നായിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഇതിൻ്റെ കഥ കൊണ്ടുപോയ ആ വിധത്തിൽ, ആ തിരക്കഥയിലുമൊക്കെ രാജേഷ് മാധവൻ്റെ കഥാപാത്രത്തിന് ഒന്നുകൂടി സ്ട്രോങ് കൊടുക്കാമായിരുന്നു. ആക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാമായിരുന്നു. കാരണം അതെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട്. ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ നോക്കിയാൽ ഒരു ചപ്പടാച്ചി കോമാളി വീരനെ പോലെ ആണ് ധീരൻ കഥാപാത്രം ഉള്ളത്. അത് എന്തായാലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഈ ധീരൻ കഥാപാത്രത്തെ ആദ്യം കാണിച്ചതിന് ശേഷം പിന്നെ ഒരു ഫ്ലാഷ് ബാക്കിലൂടെ അങ്ങേരുടെ പഴയ കാര്യങ്ങളൊക്കെ പറയാൻ ശ്രമിച്ചിരിക്കുന്നതൊക്കെ കുഴപ്പമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സമയം കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഒക്കെ അവർ വളരെ ചുരുക്കി ആ കാര്യങ്ങൾ കൊണ്ടുപോകുന്നതൊക്കെ, ആ കൊണ്ടുപോകുന്ന തിരക്കഥയൊക്കെ ആ കാര്യത്തിൽ ഓക്കെ എങ്കിലും ആ തിരക്കഥയ്ക്ക് അവസാനം എത്തുമ്പോഴേക്കും ഒരു സ്ട്രോങ് വേണ്ടേ? ആ സ്ട്രോങ് ഒന്നുമില്ല. കാരണം അങ്ങനെ വലിയ സംഭവങ്ങളൊന്നുമില്ല. പക്ഷെ ചിരിക്കാം. ആ കാര്യത്തിൽ ഞാൻ കുറേ ചിരിച്ചു. അതേസമയം എല്ലാ കോമഡിക്കും ചിരി വരും എന്നും പറയാൻ പറ്റില്ല. കുറേ കോമഡികൾക്ക് ചിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചിരിക്കാൻ വേണ്ടി ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാം.